ഇന്ത്യയിൽ തന്നെ ഒരു കോർപ്പറേഷൻ ഭരിക്കുന്ന മേയർ ചുമതല ഏറ്റെടുത്ത് മാസങ്ങൾക്കുള്ളിൽ ഒരു വിദേശ രാജ്യത്ത് പോയി അവിടുത്തെ ഒരു കോർപ്പറേഷൻ്റെ മേയറുമായി വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. വളരെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്, ഒരു സംശയവും വേണ്ട. വേണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു മേയറും, അതായത് വലിയ വലിയ കോർപ്പറേഷനുകളാണ് ബാംഗ്ലൂർ, ബോംബെ, ഡൽഹി, കൽക്കട്ട, ചെന്നൈ തുടങ്ങിയ വളരെ ഫേമസായ വളരെയധികം വരുമാനം വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ കോർപ്പറേഷനിലെ മേയർമാരൊന്നും ചെയ്യാത്ത തരത്തിൽ കേരളത്തിലെ ഒരു മേയർ, അത് തിരുവനന്തപുരം മേയർ, അമേരിക്കയിലെ ടെക്സസിൽ പോയി അവിടുത്തെ മിസോറി എന്ന കോർപ്പറേഷനിലെ മേയറുമായിട്ട് ചർച്ചകൾ ചെയ്യുന്നു, പഠിക്കുന്നു. കോർപ്പറേഷൻ്റെ വികസനം ഏതൊക്കെ തരത്തിൽ ഇവിടെ കൊണ്ടുവരാമെന്ന് അവിടെ പോയി പഠിക്കുന്നു. വളരെ നല്ല കാര്യമാണ്. ഒരു കാര്യം എനിക്ക് പറയാതെ വയ്യ, ഈ സമയത്ത് ഭാഗ്യം കൊണ്ട് തിരുവനന്തപുരത്ത് പേമാരി പെയ്തിട്ടില്ല എന്ന് സമാധാനിക്കാം. അല്ലെങ്കിൽ സാധാരണ അവിടെ ഈ കാലഘട്ടങ്ങളിൽ അതിശക്തമായ മഴ മറ്റുള്ള ജില്ലകളിലൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊരു മഴ തിരുവനന്തപുരത്ത് പെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഊഹിച്ചാൽ എല്ലാവർക്കും അറിയാം. ഈ സമയത്താണ് ഇത്, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഈ സമയത്ത് അവിടെ മഴ പെയ്തിട്ടില്ല ശക്തമായിട്ട് എന്ന ഒരു 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 എന്താ പറയില്ല, ആരും വിചാരിക്കാത്തതാണ്. പക്ഷേ നമ്മളെല്ലാവരും കരുതിയിരിക്കേണ്ട ഒരു സന്ദർഭമാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ അതിശക്തമായ മഴ പെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് അവിടെ അത്യാവശ്യമായി ഇരിക്കേണ്ട മേയർ ആ കോർപ്പറേഷൻ്റെ വികസനം പഠിക്കാൻ വേണ്ടിയിട്ട്, അവിടെ വികസനം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ ടെക്സാസിൽ മിസോറിയിൽ പോയി ചർച്ച നടത്തുന്നു. നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഇവിടെ ഈ പോയ മേയർ തന്നെ മനസ്സിലാക്കുക. നിങ്ങൾ മേയറാകുമ്പോൾ സംസാരിച്ച പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചു. അതായത് ബസ്സുകളുടെ പ്രശ്നം, KSRTC ചെയ്ത കള്ളത്തരങ്ങൾ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു. അതുപോലെ ഏതോ ഒരു കല്യാണ മണ്ഡപം ദുരുപയോഗം ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. പലതരം കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങൾ മിസ്യൂസ് ചെയ്ത് അതിൽ നിന്ന് എല്ലാവരെയും ഓടിച്ചു. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ മേയറായപ്പോൾ പുറത്തു കൊണ്ടത് വളരെ പ്രശംസനീയമായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാൻ പലപ്പോഴും ഇരുന്ന് ആലോചിച്ചു, നിങ്ങൾ തന്നെയായിരുന്നു ഇതിൻ്റെ മുന്നത്തെ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവരേണ്ട സബ്ജക്റ്റുകളായിരുന്നു നിങ്ങൾ ഇപ്പോൾ മേയറായപ്പോൾ പുറത്തെടുത്തത്. സത്യത്തിൽ നിങ്ങൾ ആ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അന്ന് പുറത്തു കൊണ്ടുവന്ന് അവിടെ സത്യാഗ്രഹങ്ങളും കൂടുതൽ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ പലതരം പ്രകടനങ്ങളും ഒക്കെ നടത്തി ജനശ്രദ്ധ കൂടുതൽ നേടിയെടുക്കാമായിരുന്നു. അത് ചെയ്യാതെ ആ സമയത്ത് ഉറങ്ങിയിരുന്നിട്ട് ഭരണത്തിൽ കയറിയപ്പോൾ ഇതൊരു വലിയ സംഭവം. ഒരു കാര്യം പറയാം, ഭരണത്തിലിരുന്നാൽ പ്രശ്നങ്ങൾ തീർക്കലാണ് പണി, പ്രധാന പണി. അല്ലാതെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തത് വിളിച്ചു പറയലല്ല ഭരണം. അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നല്ല ഭരണം കാഴ്ചവെക്കലാണ് ഭരണം. നേതൃത്വത്തിൻ്റെ ശരിയായ നേരെ പോക്ക്. അല്ലാതെ കഴിഞ്ഞ കാലത്തെ കഥകൾ പറഞ്ഞ് അയവിറക്കാൻ കൊടുക്കലല്ല ഭരണം. ഈ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾ പ്രതിപക്ഷത്ത് നേതാവായിരിക്കുമ്പോൾ പറയേണ്ടതായിരുന്നു. അന്ന് ഇതൊന്നും പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. ഇനി പറഞ്ഞോന്ന് എനിക്കറിയില്ല. അതുപോട്ടെ, ഇപ്പോൾ സ്ഥാനത്ത് കയറി. ആ സ്ഥാനത്ത് കയറിയതും തലേ ദിവസം വരെ നിങ്ങൾക്ക് പകരം വേറെ ആളുടെ പേരൊക്കെ കണ്ടു. ഇലക്ഷൻ സമയത്ത് വേറൊരാളുടെ പേരാണ് അവിടെ ആകെ തിരുവനന്തപുരത്തുകാർ ഇപ്പോഴും പറയുന്നുണ്ട്. അവരാ പ്രതീക്ഷയിലാണ് ഞങ്ങൾ വോട്ട് ചെയ്തത്, പക്ഷെ ഞങ്ങളെ പറ്റിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും ആ സ്ഥാനത്ത് നിങ്ങളെത്തി. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ടെക്സസിൽ പോയി എന്താണ്
നിക്ഷേപകരെ, അങ്ങനെയുള്ള പല ഒരു കാര്യം പറയാം. പണ്ട് പിണറായി വിജയനെ വിഡിത്തരം ചെയ്തിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിനോ ഒരു കോർപ്പറേഷനോ ഒരു മുനിസിപ്പാലിറ്റിക്കോ ഒരു പഞ്ചായത്തിനോ വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വിദേശത്തു നിന്ന് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരുമായിട്ട് ഇടപെടണം. നെതർലാൻഡിൽ പോയിട്ട് വീട്ടിലെ വെള്ളം കട്ടിലിൻ്റെ മുകളിൽ കണ്ടതാണല്ലോ. അതുമാതിരി ഇനി ഇവിടെ ഉണ്ടാവരുത്. മഴ ചിലപ്പോൾ തിരുവനന്തപുരത്ത് പെയ്യാൻ തുടങ്ങും. എന്തായാലും 1-2 ആഴ്ചയുടെ അപ്പുറം അവിടെ നിൽക്കില്ലല്ലോ, തിരിച്ച് തിരുവനന്തപുരത്ത് വരുമല്ലോ. അപ്പോൾ ഈ ചെയ്ത കാര്യം സ്വയം ഇരുന്ന് അയവിറക്കി നോക്കുക. നമ്മളെ വിളിക്കാൻ ഒരുപാട് ആൾക്കാരെ കാണുന്നേ. നമ്മൾ ഒരു MLA യോ MP യോ ഇതുമാതിരി ഇത് കോർപ്പറേഷനിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മേയറെ വിളിച്ചുണ്ടായത്. വേണമെങ്കിൽ അതെന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അടുപ്പം കൊണ്ടായിരിക്കാം. പക്ഷേ അത് ചെയ്യേണ്ട സമയത്ത് അതിന് വലിയ ഇത് കൊടുക്കാതെ നിങ്ങളത് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലും പേമാരി പെയ്ത് അവിടെ ഓരോ തരം പ്രശ്നങ്ങളും അതിൻ്റെ തയ്യാറെടുപ്പുകളും അതിനുവേണ്ട നിർദ്ദേശങ്ങളും വളരെ, അതായത് ഭരിക്കുന്ന സർക്കാർ മുൻകൂട്ടി ചെയ്യേണ്ട പലതും അമാന്തരിച്ച് ചെയ്തത് കാരണം ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടായി, മരണങ്ങളുണ്ടായി. എത്ര മരണമാണ് നടന്ന് കറക്റ്റായിട്ട് ഒരു മാധ്യമവും പറയുന്നില്ല. ആദ്യത്തെ ദിവസം തന്നെ ഒരു 8-10 ആൾ മരിച്ച റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒന്നും പറയുന്നില്ല. എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് പുറത്തു പറയുന്നില്ല. ഈ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ദുരിത നിവാരണ കമ്മിറ്റിയുടെ കലക്ടറുടെ നേതൃത്വത്തിലുള്ള മീറ്റിങ്ങുകൾ ചാനലുകാർ റിപ്പോർട്ട് ചെയ്യുന്നതായി ഇപ്പോഴും കാണുന്നില്ല. അവിടെ മീറ്റിംഗ് നടന്നു, ഇവിടെ മീറ്റിംഗ് നടന്നു എന്നൊക്കെ പറയുക എന്നല്ലാതെ മീറ്റിങ്ങിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു, ജനങ്ങൾ എന്തൊക്കെ അത് ശ്രദ്ധിക്കണം, അത് അനുസരിക്കണം എന്നൊന്നും പറയുന്നതായി കേൾക്കുന്നില്ല. മരിച്ചതുപോലും അപകടം സംഭവിച്ചതുപോലും പൂർണ്ണമായി പുറത്തേക്ക് വിടുന്നില്ല. ഇത്തരത്തിലുള്ള ദുർഘടം നിറഞ്ഞ ഒരു സമയത്ത് മഴ ഇനിയും ശക്തമായി പെയ്യാനിട വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഈ തിരുവനന്തപുരം മേയർ ഈ യാത്ര ചെയ്തത് ശരിയായോ എന്ന് മേയർ തന്നെ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്നും പരസ്യം ചെയ്തു വിടുന്ന ഓരോ വാചകങ്ങളും എത്ര കണ്ട് അതിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമോ, അതൊന്നും കാര്യമില്ല. അതൊക്കെ വായിച്ച വിമർശനത്തിന് കൂടുതൽ ഇട നൽകുക എന്നല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഈ ചെയ്തത് പ്രശംസനീയം തന്നെയാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഒരു മേയർ ഇത്തരത്തിൽ അധികാരത്തിൽ കയറിയിരുന്ന ഉടനെ ഇങ്ങനെ ഒരു യാത്ര പോയിട്ടുണ്ടാവില്ല. അതും പോയ സമയമാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ പോകണ്ട എന്നോ അതൊക്കെ ഓരോരുത്തരുടെ കാര്യമാണ്. പക്ഷേ ഈ കോർപ്പറേഷനെ ആ കോർപ്പറേഷനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വികസനം കൊണ്ടുവരാനാണ്. ഇവിടെ അല്ലാതെ തന്നെ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഇവിടെയുള്ള പ്രശ്നങ്ങൾ മുഴുവൻ നിങ്ങൾ മൂടി വെച്ചും ഉണ്ടാതിരുന്നു. ഇപ്പോൾ ഭരണത്തിൽ വന്നപ്പോൾ അതെടുത്ത് കളിക്കാൻ തുടങ്ങി. അതല്ല നിങ്ങൾ വേണ്ടത്. ആ പ്രശ്നങ്ങൾ തീർത്ത് ജനങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അത് വിളിച്ചു പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അതല്ലല്ലോ നിങ്ങൾ ചെയ്തത്. അതുപോട്ടെ, ഈ അധികാരത്തിൽ കസേരയിൽ ഇരുന്നിട്ട് ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഒരൊറ്റ ഓട്ടം, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മുന്നേ കുട്ടി അമേരിക്ക വിസ അടിച്ചിട്ടുണ്ടാവുക, എന്തോന്ന് എനിക്കറിയില്ല, അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ആ പോയ സമയം ഒരിക്കലും ശരിയായിട്ടില്ല. അത് ജനങ്ങൾക്കറിയാം. ഇത് നിങ്ങൾ അവിടെ നിന്ന് ചർച്ച ചെയ്ത് അവിടെയുള്ള അവർക്കൊന്നും അറിയാം. ഇത് അവിടെയൊക്കെ മീറ്റിംഗ്, നമ്മൾ പണ്ട് ആദ്യത്തെ ഒരു യാത്ര ഓർമ്മയുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിട്ട് എന്നിട്ടൊരു അവാർഡ് കൊടുത്തു, എന്തോ ഒരു പ്രത്യേക അവാർഡ് കൊടുത്തു. പക്ഷേ അതിൽ ഏതോ ഒരു ഹോട്ടലിൻ്റെ ബാക്കിൽ അടുക്കളുടെ ചായപ്പയിൽ നിന്നിട്ടാണ് കൊടുത്തത്. ആ കൊടുക്കണ നേരത്തെ ആരും കണ്ടില്ല. അതേമാതിരി തന്നെ ടൈംസ് സ്ക്വയറിൽ മാൻഹാട്ടനിൽ പോയി പ്രസംഗിക്കാൻ നോക്കി ആരും ഉണ്ടായില്ല. അവിടെ നിന്ന് മടുത്തു, ആൾക്കാർ വേണ്ടേ. അവസാനം നമ്മളെല്ലാവരും കണ്ടു, ഏതോ ഒരാൾ എവിടെ നിന്നോ നമ്മുടെ ഒരു ചെയറില്ലേ, ഏത് ആ മടക്കണ ചെയർ, അത് കൊണ്ടുവന്നിട്ട് അതിൽ ഇരുന്നോളാൻ പറഞ്ഞു കുറച്ചു നേരം. കണ്ടില്ലേ അതൊക്കെ? അപ്പം അത്തരത്തിൽ ജനങ്ങളൊക്കെ സംസാരിക്കാൻ ഇടവരുത്താതെ ഒരു ആദ്യമായിട്ട് ഒരു രാജ്യത്ത് തന്നെ വലിയ പാർട്ടി, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു മേയറായ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇനി കാണിക്കാതെ വളരെയധികം പ്രശ്നങ്ങൾ
തിരുവനന്തപുരത്തെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിൽ വ്യാപൃതനായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനങ്ങൾ ചെയ്ത് ആ ടീം വർക്ക് നടത്തുക. നിങ്ങളുടെ ഒരു കൗൺസിലറെ ഓടിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം അവിടെ കിടന്നിട്ട് പഠിച്ച പണികളും മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ എന്തൊക്കെയോ അത്തരത്തിലും പലതരം കാര്യങ്ങളുണ്ട്. ഈ സമയത്ത് അമേരിക്കയിൽ പോയി ഇത്തരത്തിലുള്ള ഒരു ഇത് കാണിച്ചത് എന്തുകൊണ്ടും നന്നായി എന്ന് ഇവിടുത്തെ ജനത്തിന് തോന്നും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.